സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. പുതിയൊരു പാതയിൽ വിരലുകൾ കോർത്തു നിൻ അരികെ നടന്നിടാൻ കാലമായി. മഴയുടെ തന്നിൽ പകൽ മീട്ടിയ വേളയിൽ കുളിരല തേടുവാൻ മോഹമായി. അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നുവോ, മിഴിനാളം മിന്നുന്നുവോ? ആഹാ, അങ്ങനെ നീ എന്നെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോയിട്ട് പിന്നെ തിരിച്ചു വരണമെന്നുള്ള പ്ലാൻ നിന്റെ തന്നെ ആയിരുന്നല്ലോ, അല്ല എന്റെ ഒന്നുമല്ലല്ലോ. മര്യാദയ്ക്ക് കോളേജിൽ പോകുന്നതാ. ഇവിടെ വന്നതിന് അപ്പം പോലും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് വന്നതും പോരാ, ഇപ്പൊ എനിക്കിട്ടോ അവന്റെ കുറ്റം മുഴുവൻ. മര്യാദയ്ക്ക് അപ്പം പറഞ്ഞതാ, വരണമെങ്കിൽ വന്നോ, ഒരു പ്രശ്നമല്ല, പക്ഷെ വീട്ടിലോട്ട് ചെന്നോണോന്ന്. ഇതിപ്പോ അപ്പനറിയാതെ ഹോട്ടൽ റൂമിൽ റൂമും എടുത്ത് നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല പീട്ടറെ. എന്നിട്ട് അതിന് തന്നെ എനിക്കും കുറ്റം. എന്ത് വന്നാലും ചാടിക്കേറി തീരുമാനം എടുക്കുന്ന ഞാനാണല്ലോ. അല്ല, അങ്ങനെയാണല്ലോ പുറത്തെല്ലാവരും നീ അറിയിച്ചിരിക്കുന്നത്. നീ പിന്നെ മറ്റേ അമൂൽ ബേബി ആണല്ലോ. എന്റെ വായിന്ന് ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്തേലും പ്രശ്നം വന്നിട്ട് എന്നെ മണ്ടേ കൊണ്ടുവയ്ക്കുന്നത് നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. നീ അത്രയ്ക്ക് ശുദ്ധനൊന്നും അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ അറിവ് വിളിച്ചപ്പോ അവനോട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ തെറ്റ് നിന്റെ. അവനെന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും വിളിച്ചെങ്കിലോ പോരാണ്ട്. അത് നമ്മളെ അപ്പാവി അറിവൊന്നുമല്ല, നമ്മുടെ അറിവാ. അവൻ വിളിക്കുമ്പോൾ കള്ളം പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞേ. ആടി, ഞാൻ എത്ര ശുദ്ധരൊന്നും അല്ല. ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലല്ലോ. അത് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ പെങ്കോച്ചിനെ തിരക്കിയാ ഞാൻ വന്നേന്ന്. ഞാൻ എവിടെയോ വെച്ച് എന്നെ കണ്ടതാ. പിന്നെ അന്ന് ഇവിടെ നിന്ന് തിരക്കാൻ പറ്റാതെ അപ്പൊ നമ്മളെ തിരിച്ച് പാഴ്സലാക്കിയില്ലേ. പിന്നെ ഇപ്പം എനിക്ക് അവിടെ നിന്ന് സമാധാനം ഇല്ലടി. അത് കെട്ടിയതാണോ കെട്ടിയതല്ലേ, ഇനി അത് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന എന്നോട് താല്പര്യം ഉണ്ടായിട്ടാണോ, ഇതൊക്കെ അറിയണ്ടേ. അതിനെ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ അറിവിൻ്റെ കൂടെ കൊല്ലാനും ചാവാനും പോകാനല്ല. നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ വിളിച്ച് അപ്പൊ ഫോൺ എടുക്കുന്ന എനിക്ക് അറിയാം. എന്നിട്ട് നീ അവൻ്റെ കൂടെ അവൻ കൊല്ലാൻ പറഞ്ഞാൽ നീ പോയി കൊന്നിട്ട് വരും. എന്തൊരു സ്വഭാവം അടീനേഹേ. നീ ഇത് പെമ്പിള്ളരെ പോലെ നടക്ക്. ആഹാ ഇല്ല, നീ ഞാൻ മറ്റേ എക്സും വൈ മാറിപ്പോയതെന്നാ തോന്നുന്നേ. എന്തൊരു കഷ്ടമാ. അപ്പൻ്റെ അടുത്ത് വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അപ്പ ചോദിക്കും എവിടെ പോകുന്നത്. അപ്പൊ പെടിഞ്ഞ തപ്പി പോവാന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് നിന്നെ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് താമസിച്ചത്. ഇതിപ്പം അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ അവൻ എന്തായാലും ഏതെങ്കിലും ഇടം കിട്ട പണിക്കായിരിക്കും ഇങ്ങോട്ട് വരുന്നത്, ഉറപ്പാ. എടാ, അവനെ കൊണ്ടുപോകുന്നതിനോ അവനെ നീ വിളിക്കുന്നതിനോ ഒന്നും എനിക്ക് ഒന്നുമില്ല കുഞ്ഞെ. പക്ഷെ അത് അപ്പം അറിഞ്ഞാലുള്ള പ്രശ്നം നിനക്കറിയാലോ. നമ്മളെ നിർത്തി പൊരിക്കും, ശവായി പൊരിക്കും പോലെ. അത് വേണോ? എന്റെ പൊന്നരിമ സഹോദര, അപ്പനറിയാതിരുന്നാ പോരെ. നീ അടങ്ങ്, അപ്പനറിയത്തില്ല. നിന്നെ ഞാൻ സഹായിക്കണമെങ്കിൽ ഇന്ന് അറിവ് വന്ന് ഇവിടെ പറയുന്ന കാര്യത്തിന് എനിക്ക് അവനെ സഹായിച്ചേ പറ്റൂ. കാരണം നിന്നെ പോലെ തന്നെ അവനും എൻ്റെ സഹോദരനാ. പിന്നെ പോരാൻ്റെ നിന്റെ അടുത്തുള്ളേക്കാൾ ഇച്ചിരി കൂടുതൽ സ്നേഹം എനിക്ക് അവനോടുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? അതിന് തെറ്റല്ലല്ലോ. കുഞ്ഞിനെ തൊട്ടേ എൻ്റെ ഒരു വേവലെന്തിന് ചേരുന്ന അവൻ മാത്രമേ ആ വീട്ടിലുള്ളൂ. ഞാൻ അവനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കി ഒരു കളിയില്ല മോനെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ, അവന് വന്ന് എന്താണോ പറയുന്നത് അത് സാധിച്ചു കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യം എന്താണോ അത് കണ്ടുപിടിച്ച് കൊടുത്തതിന് ശേഷം നിനക്ക് പെണ്ണോ പിടക്കോഴിയോ എന്താന്ന് വെച്ചാൽ സെറ്റാക്കാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കാം. പോരെ, ഇത് പ്രോമിസ്. നീയാണ് സത്യം, സത്യമായിട്ട് നിൽക്കാം. ആ
നിന്നാ മതി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, അത്ര തന്നെ. ദേ ഈ സീസണെ തീരാറായി. എടി വെക്കേഷൻ കഴിയാറായി. അതിന്റെ ലാസ്റ്റ് സമയത്തന്നെ നമ്മൾ ഇങ്ങോട്ട് ചാടിക്കേറി വന്നേക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് എത്തിയില്ലെങ്കിലേ അപ്പം വിളിച്ച് ചോദിക്കും അവിടെ ഉള്ളവരോട് നമ്മൾ അവിടെ എത്തിയോന്ന്. എത്തിയില്ലാന്നുണ്ടെങ്കിൽ മൊത്തം പണിയോ. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അപ്പാടെ ഇനിയിപ്പോ 2 ദിവസമേ ഉള്ളൂ. അതിനകത്ത് അവൻ എന്താ പരിപാടി എന്ന് വെച്ചാൽ അത് തീർത്തു കൊടുത്തിട്ട് എന്റെ കാര്യത്തിന് എന്റെ കൂടെ വന്നോണം. ഇല്ലെങ്കിൽ ഉണ്ടോ നിന്നെ ഞാൻ വല്ല പൊട്ടക്കെട്ടിൽ കൊണ്ടിട്ട് കെട്ടിത്തൂക്കും. നോക്കിക്കോ. ഈ അപ്പാവീനല്ലേ നീ കണ്ടിട്ടുള്ളൂ. ടെററായി എന്നെ കാണിക്കാനായിട്ടൊരു അവസരം നീ ഒരുക്കരുത്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഓ, ഈ നിന്നെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് നിന്റെ ഇനി വേറൊരു വേർഷൻ. അയ്യോ എന്റെ പൊന്നു മോനെ, അത് നീ നിന്റെ ഉള്ളിൽ തന്നെ വെച്ചോ, പുറത്തെടുക്കണ്ട. കണ്ടിച്ചിരിക്കാൻ വയ്യാത്തോണ്ട അവൻ്റെ ഒരു ടെറർ വേർഷൻ പോലും. എടാ നിനക്ക് വരാത്ത വികാരങ്ങളൊക്കെ ഉണ്ടെന്ന് എന്തിനാടാ ഇങ്ങനെ പറയുന്നേ? ഇല്ലാത്തതിനെ ഇല്ലാന്ന് നീനങ്ങ് പറഞ്ഞാ പോരെ? പൊടി പൊടി, ഒരു ദിവസം ഈ ഇല്ലാന്ന് പറഞ്ഞ വികാരമൊക്കെ എന്നെ ഒരു തുളുമ്പുന്നത് നീ കാണും. അന്നേരം നീ നിന്ന് വിറച്ചു മുള്ളും. നോക്കിക്കോ, ഇത് ഞാൻ പറയുന്ന വാക്കാ. നീ എന്നെ ഇപ്പൊ കൊച്ചാക്കുന്ന നീ ഉണ്ടല്ലോ, ഒരു ദിവസം എന്നെ കണ്ടിട്ട് നീ നിന്ന് പേടിക്കൂടി, പേടിക്കും. ആടാ ഞാൻ പേടിക്കാം പോരെ? തൽക്കാലം നീ പോയി ആ കൂട്ടുന്ന കഥവ് പോയി തുറക്ക്. അറിവ് വന്നതാ തോന്നേ. വെറുതെ ഇവിടെ നിന്ന് ഈ മൂക്ക് പെരുക്കി എന്നെ പേടിപ്പിക്കണ്ട. ഈ ബാക്ക്ഗ്രൗണ്ട് കേട്ടാ വിചാരിക്കും നീയായി കഥയിലെ വില്ലനെന്ന്. അല്ലല്ലോ. നീ ഒരു ചാപ്പിള കേസാന്ന് എനിക്കറിയാം, നിനക്കറിയാം. പോയി കഥ തുറക്ക്. അവൻ്റെ ഒരു മൂക്ക് പെരുക്കൊക്കെ കണ്ടാ തോന്നും അവനെ വില്ലനെന്ന്. ബാക്ക്ഗ്രൗണ്ടിന് ക്ഷാമം ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കോമഡി ഇട്ട് നിരത്തിയേനെ. വരുന്നുണ്ട് നിന്റെ അറിവ്. മോന്ത എന്തോ കടന്നു കുത്തി പോലെ ഇരിപ്പുണ്ട്. കണ്ടാൽ തന്നെ അറിയാതെ ആ തമിഴനാണ്. ഞാനൊന്നും മിണ്ടുന്നില്ല. മിണ്ടിയിട്ടാണ് അവൻ്റെ നടിയുള്ളാനായിട്ട്. எதுக்குடா சிரிக்கிற? என்ன பார்த்தா உனக்கு ஜோக்கர் மாதிரி தெரியுதா? அதில் நேஹா, உங்களுக்கு கிளாஸ் இருக்குல்ல, அப்போது நீங்கள் என்ன பண்ணுற இந்தியയിൽ? ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയില്ല അറിവേ. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത ആഴ്ച തുടങ്ങത്തുള്ളൂ. ഞങ്ങളങ്ങ് പോയതല്ലേ, അതപ്പ പറഞ്ഞു വിട്ടിട്ടാ പോയത്. ഇതിപ്പോ എവൻ്റെ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ വന്നതാ. എവൻ്റെ ഇവിടെ ഒരു കൊച്ചിന് ഇഷ്ടമാ. ആ കൊച്ചിനെ തിരക്കി വന്നതാ. ഇതുവരെ ഞങ്ങൾ തിരക്കാനൊന്നും ഇറങ്ങിയില്ല. ഞങ്ങൾ ഇന്നലെ എത്തിയതേ ഉള്ളൂ. അന്നേരമാ അറിവ് ഞങ്ങളെ വിളിച്ചത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വിളിച്ചതല്ലേ, എന്തെങ്കിലും ആവശ്യം കാണും. അപ്പോൾ ആ ആവശ്യം കഴിഞ്ഞിട്ട് അവളെ തപ്പാറങ്ങാണ്. ഏതായാലും ഇനി ഒരു 1 വീക്ക് ഉണ്ടല്ലോ. അതിനകത്ത് അവളെ തപ്പി അവൾ കെട്ടിയതാണോ, കുട്ടിയുണ്ടോ, അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇനി കെട്ടിയതല്ല, അവൾ സ്റ്റിൽ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ അവൻ ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഇവിടെ എന്തോ അഡ്മിഷൻ എടുത്ത് വരുമെന്നാണ് പറഞ്ഞത്. അല്ലേടാ? അതെ അതെ, വൃത്തികെട്ടോളെ മിണ്ടാതിരിയടി, ഇനി അത് മതി. ഓൾ ദ பெஸ்ட். அந்த பொண்ணை கண்டுபிடிக்க முடியட்டும். പിന്നെ നിങ്ങൾ 2 പേരും தானே கண்டுபிடிக்க இறங்குற. நீ கண்டுபிடிக்கலனாலும் எவ்வளோ கண்டிப்பாக கண்டுபிடிப்பேன். அதுக்கு எனக்கு நம்பிக்கை இருக்கு. அப்புறம் நேஹா, எனக்கு உன்னோட ஒரு சின்னதாக உதவி தேவை. இது என்னன்னு தானே யோசிக்கிறேன், சொல்கிறேன். இது அதுல். இது அவனோட ஃபோட்டோ, அவனோட டீட்டெயில்ஸ் ഞാൻ പീറ്റോட ഫോണിൽ ഫോർവേഡ് பண்ணிக்கிறேன். அது வரணும்ல, அந்த டீட்டெயில்ஸ்குள்ளே அவன் நம்பரும் இருக்கும். அவள் இப்போ எங்கே இருக்க, என்ன பண்ணிக்கிட்டு இருக்க, இதெல்லாம் எனக்கு வேணும். அது இன்றைக்கி ஈவினிங்குள்ளே தான் எனக்கு வேணும். ஏன்னா அவள் நம்ம நிறுக்கிட்ட கொஞ்சம் மோசமாக இருக்க ட்ரை பண்ணிட்டேன். மோசமாக என்ன சொன்னால் நீங்கள் நம்ப மாட்டேன். ரேப் பண்ண ட்ரை பண்ணிட்டேன். அதனால் அவன் உயிரோடு இருக்கக்கூடாது. உங்களுக்கே தெரியும்ல, நிரு நம்மளோட அண்ணன். ஒரு அப்பாவி, நம்மளை மாதிரியே கிடையாது. ரொம்பவே அழுந்துட்டேன். ரொம்பவே சோகத்தில் தான் இருக்கேன். என்ன சொல்லணும், எது சொல்லணும், எதுவுமே எனக்கு புரியாது. என்ன சொன்னாலும் அவன் மண்டையில் ஏறவும் மாட்டேன். அவன் அப்படியே ஓவர் திங்க் பண்ணி ஏதாவதெல்லாம் யோசித்து தொலைஞ்சு போயிட்டே இருக்கேன். நான் என்ன சொன்னாலும் அவன் மண்டையில் ஏறாது. அவனுக்கு கொடுக்க வேண்டிய பெருசே இவனோட சாவுதான். அதனால தான் நான் இங்கே வந்துட்டேன். முதல்ல நான் வேறு யாராவது இருக்குங்களான்னு பார்த்துக்கலான்னு தான் இருந்தேன். അറിവ്, എൻ്റെ ഒരു ഡൗട്ടാണ്. അറിവിന് മലയാളം അറിയാമല്ലോ.
പിന്നെന്തിനാ ഈ തമിഴ് പറയുന്നേ? അല്ല, ഞങ്ങൾ പറയുന്ന മലയാളം ഈ അറിവിന് മനസ്സിലാവും. അത് ഞങ്ങൾക്ക് പണ്ടേ അറിയാമെന്നുള്ള കാര്യമാണ്. എല്ലാം അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് ഈ തമിഴ് പറയുന്നത്? അവരൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ അവരുടെ മുമ്പിൽ നിന്ന് പറയുന്നതെന്നെങ്കിലും വിചാരിക്കാം. ഞങ്ങളുടെ മുമ്പേ എന്തിനാ ഈ നാടകം? ஏன்னா இது என்னோட மதர் டங், அது உனக்கே தெரியும். நானும் நீரும் வந்து தமிழன்தான், அதனால சொல்கிறேன். என்றைக்குமே அது மறக்கக்கூடாதுல்ல, அந்த ஞாபகம் இருக்கணும்ல. அதனால தான் நான் மாறும்போதெல்லாம் தமிழே பேசிக்கிட்டு இருக்கேன். யாரென்ன நினைக்கும், யாரென்ன நினைக்கக்கூடாது, அதெல்லாம் யோசிச்சு எனக்கு கவலை இல்லை. நான் இது பேசிக்கிட்டே தான் இருப்பேன். உண்மையாக சொல்லணுன்னா நிறைய தப்பு இருக்கு என் தமிழில். ஏன்னா அந்த வயசு இருக்கும்போது அப்பா அம்மா தெருவில் கொஞ்சம் தூக்கி எறிஞ்சிட்டு போயிட்டல, அப்போது எப்படி തമിഴ് நல்லா இருக்கும். മലയാളം അറിയാം, എനിക്ക് മലയാളം അറിയാം എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയാവൂ, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. அதுவும் இல்லாமல் நான் தமிழ் பேசும்போது தான் மாசாக இருக்கேன். அது எனக்கே பிடிச்சிருக்கு. அப்போ ஏன் பேசக்கூடாது? தப்பு இருக்குது, நான் பேசுகிறதுல ரொம்பவே தப்பு இருக்குது, அது எனக்கு தெரியும். நானும் சொந்தமாக ஒரு கான்ஃபிடென்ஸ் இருக்குல்ல, அது போகிற வரைக்கும் நான் தமிழில் தான் பேசுவேன். அதை விடு. அப்புறம் நீ எதுக்கு இப்போ இது கேட்டேன்னு எனக்கு நல்லாவே தெரியும். உனக்கு நான் பேசுகிறது புரியல. சரி, உனக்காக அல்ல, எனக்கும் இப்போது 2-3 ദിവസமாக மலையாளத்தில் பேசணுன்னு ரொம்ப ஆசையாக தான் இருக்குது. நானும் பேசிக்கிறேன். ஏன்னா எனக்கு வேதையை பிடிக்கும்ல, அவனுக்கு மலையாளம் தானே தெரியும். அவனுக்கு என்ன பிடிக்காது, மற்ற அறிவை தான் பிடிக்கும். அதெல்லாம் ஒரு விதி. അപ്പോ ഈ അറിവിന് വേദയെ ഇഷ്ടമാണോ? അപ്പോ മറ്റ് അതുകൊണ്ടാണോ വേദ അന്ന് ബെഞ്ചമിൻ അപ്പനോട് 2 അറിവിനെയും എനിക്ക് തരുമെന്ന് ചോദിച്ചത്? അതെ, அது அவனுக்கும் எனக்கும் மட்டும்தானே தெரியும். நான் சொல்கிறது வேதே இல்லை, எனக்குள்ளே இருக்குல்ல ஒருத்தன், அவனுக்கு. நான் வர்றதுக்காக நிறு வெயிட் பண்ணிக்கிட்டு தான் இருந்தேன் இது சொல்கிறதுக்கு. அப்புறம் நிறுன்னு ருத்ரே அறியாலோ, உங்களுக்கு 2 பேருக்கும் அவனை ரொம்ப பிடிக்கும். அந்த ருத்ரா என்கிட்ட அது சொல்லியாச்சு, அவனுக்கு நிறுவனை பிடிக்கும், ரொம்ப பிடிக்கும்னு. ஆனால் இந்த அதுல நிறு அப்படியெல்லாம் பண்ணிட்டோம். അതിന് ശേഷം 2 അടി എന്തോ അടിച്ചെന്നാണ് നിറു പറഞ്ഞത് അന്നയ്ക്ക് இந்த சம்பவம் நடக்கும்போது. അതിന് ശേഷം அவன் எதுவுமே பண்ணலை. இந்த அதுல ஏன் பண்ணலை? அவன் ஸ்தானத்துக்கு நானாக இருந்தால் அவனை கொன்னே இருப்பேன். ஆனால் அதை விட்டுடு. யார் என்ன பண்ணலனாலும் அவன் என்னோட அண்ணன் தான். அவனுக்கு ஏதாவது ஆச்சுன்னா நான் தாங்கிக்க மாட்டேன். நேஹா, அந்த லொக்கேஷன் கண்டுபிடிச்சி நீ அங்கே இருக்கணும், வீட்டு வர வேண்டாம், இங்கே இருந்துக்க. நாங்கள் அதை முடித்ததுக்கப்புறம் இங்கே வந்துக்கிறேன். சேஃபாக இரு, சரிண்ணா? ശരി. നിറുവിട്ടിനെ റേപ്പ് ചെയ്യാൻ നോക്കിന്നോ? ആ ചെറ്റപ്പന്നി എൻ്റെ കയ്യിലാണ് കിട്ടിയോണ്ടല്ലോ, അവനെ ഞാൻ കുത്തി കുത്തി കൊല്ലും, നോക്കിക്കോ. എന്നെ അറിയാത്തോണ്ടാ. ഓ എന്റെ പൊന്നു മോളെ, നിന്നോടൊന്നും ചെയ്യണമെന്നൊന്നും അറിവ് പറഞ്ഞുവല്ലോ. നീ അവിടെ ഉണ്ടാവണം, ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് കൊടുക്കണം. ട്രേസിങ് ഹാക്കിംഗ് ഒക്കെ എൻ്റെ പരിപാടിയാണല്ലോ. നീ ആ ഡീറ്റെയിൽസ് തന്നെ നോക്കട്ടെ. ഇത് ചെയ്തവൻ ചാവ തന്നെ വേണ്ടേ? ഇതിന് ഞാൻ നിൻ്റെയൊക്കെ കൂടെ ഉണ്ട്. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചാവേണ്ടവൻ ചാവ തന്നെ ചെയ്യും. അതിനുദാഹരണം ഇതിനു മുമ്പ് വേദയെ കയറി പിടിച്ചവരാ കേട്ടോ. ഒന്നി ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ അറിവ് കൊല്ലും, അതുറപ്പാ. കാരണം അങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അമ്മാതിരി തെണ്ടിത്തരം കാണിക്കുന്നവന്മാര് ജീവിച്ചിരിക്കണ്ട. അയ്യോ വേണ്ട, ജീവിച്ചിരിക്കണ പോരെ. നീ എന്റെ ഫോണും എടുത്ത്. അല്ല, നീ 50 കിലോ എടുത്തോണ്ട് ഇങ്ങോട്ടാ?
എന്താ നീ ഇപ്പോഴും യുദ്ധത്തിൽ ഇറങ്ങാൻ പോവാണോ? അല്ല നീ ആരെ ചാൻസ് റാണിയാ അമ്പും വില്ലും പൊക്കിക്കൊണ്ട്? ചാൻസി റാണി നിന്റെ മറ്റോള് കണ്ടുപിടിക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. ആ ഇതേ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി പോകുമ്പോഴേ അന്നത്തെ പോലെ കത്തിയും ഗണ്ണൊന്നും അല്ല കൊണ്ടുപോകാൻ പോന്നെ. ഇതാ എനിക്കെന്തായാലും കളത്തിലിറങ്ങിയുള്ള പരിപാടി കാണത്തില്ല, അറിവുള്ളതുകൊണ്ട്. മിക്കവാറും പോലെ ടെറസിലോ ഒളിച്ചിന്നൊക്കെ ആയിരിക്കും എൻ്റെ പരിപാടി. അവിടെ നിന്നും കൊണ്ട് കത്തി എറിയാൻ പറ്റത്തില്ലല്ലോ മോനെ. അതുകൊണ്ട് സാധനം ഒന്ന് തേച്ച് മിനിക്ക് വെക്കാന്ന് വിചാരിച്ച് അതിന് പോവാ. എന്താ നീ വരുന്നുണ്ടോ? ഇല്ലല്ലോ, നിനക്ക് തന്ന ജോലി അവിടെ നിന്ന് ചെയ്. വൈകുന്നേരം 5 മണിക്കുള്ളിലേ കണ്ടുപിടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. പിന്നെ അവന്റെ വേറൊരു മുഖം നീ കാണേണ്ടി വരും. ഇപ്പൊ സംസാരിച്ച പോലെ ശാന്തമായിട്ടായിരിക്കില്ല അപ്പൊ സംസാരിക്കുന്നത്. അവന്റെ ദേഷ്യം അടങ്ങുന്നവരെ എന്തായാലും അവൻ പഴയ അറിവിലോട്ട് പോകാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് പൊന്നുമോൻ പോയിരുന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്ക് കേട്ടോ. അതായിരിക്കും പൊന്നുമോന് നല്ലത്. ഞാൻ പോയി ഇത് തേച്ച് മിനിക്ക് വെക്കട്ടെ. എങ്ങനെയാ ഏത് രീതിയിൽ ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ല, സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ചെല്ലു. ഓ ആയിക്കോട്ടെ തമ്പുരാട്ടി. ഇനി ഈ നാശം പിടിച്ചു പറഞ്ഞാൽ എവിടെ പോയി തപ്പാനാ? ഇവൻ്റെ ഫോണ് ഈ നമ്പർ ഓണായിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ അത്രയ്ക്ക് പാടില്ലായിരുന്നു. 5 മണി എന്ന് പറയുന്നത് ഇപ്പം തന്നെ കണ്ടുപിടിക്കായിരുന്നു. എൻ്റെ കർത്താവേ, ഇവനെ പെട്ടെന്ന് എനിക്ക് കാണിച്ചു തരണേ. ഇവനെ കാലിൻ്റെ മുമ്പിലോട്ട് പെട്ടെന്ന് അയക്കാനുള്ള എല്ലാ വഴികളും നീ കാണിച്ചു തരണമേ. എവിടെ പോയി? ആ നെറു, എന്ത് ചെയ്യാ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഡ്രസ്സൊന്നും നീ ഇനി അലക്കണ്ടാന്ന്. ഞാൻ തന്നെ കഴുകിക്കോളാം. 2 ദിവസം മുന്നേ ഞാനല്ലേ കഴുകിയേ. അതുപോലെ 2 ദിവസം കൂടുമ്പോൾ ഉള്ളതൊക്കെ ഞാൻ കഴുകിക്കോളാം. ഇങ്ങടുത്തെ ഞാൻ വെച്ചോളാം. നീയേ നൈറ്റ് റെഡി ആയി നിൽക്കും. നമുക്ക് നമ്മുടെ ഫാം ഹൗസ് വരെ ഒന്ന് പോകണം. വേറൊന്നുമില്ല, ചിലപ്പോൾ ഹർഷേട്ടൻ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ ഷാഷു ഓഫീസിൽ പോയിട്ടല്ലേ വരുന്നത്. എന്നോട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാന്ന്. അവിടെ കുറച്ച് മെയിൻ്റെനൻസിൻ്റെ പരിപാടി നടക്കാം. എന്നോട് നേരത്തെ ചെല്ലാവോന്നാണ് ചോദിച്ചത്. ഉച്ചയ്ക്ക് തന്നെ പറ്റത്തില്ല, എനിക്ക് ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. രാത്രി വന്നിട്ട് നമുക്ക് പോവാം. ഒരു 10 മണിക്ക് ശേഷം പോവാം. അതുവരെ എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് ഏതായാലും നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ വിഷമമൊന്നും വിചാരിക്കണ്ട. അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചാണ് ഫാം ഹൗസിൽ പോകുന്നത്. അപ്പോൾ നീ റെഡി ആയിട്ട് നിന്നോ. പിന്നെ എൻ്റെ ഡ്രസ്സൊന്നും നീ കഴുകാനൊന്നും നിൽക്കണ്ട കേട്ടോ, ഞാൻ തന്നെ കഴിക്കോളാം. ഈ ഭാര്യമാർ ചെയ്യുന്ന പരിപാടിയൊന്നും ഇപ്പം ചെയ്യണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പോയി ഇന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. എന്തു പറ്റി? നീ ആകെ മൂഡ് ഓഫാ. ഞാൻ നിന്നോട് പറഞ്ഞതാ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കരുതെന്ന്, നീ ഓക്കെ ആവണമെന്ന്. എടാ, ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയ ഡൗട്ടാവും. നീ വന്നപ്പോൾ ഉള്ള നീ അല്ല ഇപ്പോൾ. അത് ഞാൻ തന്നെ നിന്നോട് പല ആവർത്തി പറഞ്ഞതാ. എല്ലാവരും ചോദിച്ചു നിനക്ക് എന്താ പറ്റിയെന്ന്. നീ തന്നെ പറഞ്ഞില്ലേ, ഇൻക്ലൂഡിങ് നിന്റെ അച്ഛൻ വന്നപ്പോൾ പുള്ളിക്കാരൻ തന്നെ ചോദിച്ചെന്ന്. ഇതിൽ കൂടുതൽ ഇനി ആരാടാ ഇവിടെ ചോദിക്കാനുള്ളത്? നീ ആയിട്ട് ഇനി പറയിപ്പിക്കുമോ എന്താ പറ്റിയെന്ന്? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, എല്ലാം ഒരു ദുസ്വപ്നമായിട്ട് നീ അങ്ങ് മറന്നോളാ. ഞാൻ മറക്കാം. ആ ദുസ്വപ്നം ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോൾ ഞാൻ എന്താ രുദ്ര ചെയ്യണ്ടേ? ദുസ്വപ്നമായിട്ട് ഇങ്ങനെ അങ്ങ് മറന്നിരിക്കണം അല്ലേ ലൈഫ് ലോങ്? നീ എന്താ രുദ്ര ചെയ്തേ എനിക്ക് വേണ്ടി? അന്ന് 2 തല്ലിയിട്ട് അവരെ പറഞ്ഞു വിട്ടതാണോ? അതിനുശേഷം നീ എന്തേലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. സോറി രുദ്ര, ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, അറിയാണ്ട് പറഞ്ഞു പോയതാ. അതിന് റീസണും ഉണ്ട്. അറിവ് എന്നെ പിടിച്ചു നിർത്തി ചോദിച്ചു എനിക്കെന്താ പറ്റിയേ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ എന്തിനാ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് ഒരുമാതിരി നടക്കുന്നതെന്നൊക്കെ. എനിക്കറിയത്തില്ല. അവ ഒരുപാട് ഫോഴ്സ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പോയി എല്ലാം. നിറു, നീ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീ ആരോടെ പറഞ്ഞതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എനിക്ക് നിന്നെയോ അവനെയോ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചോ ഒന്നും അറിയത്തില്ല, ഒരു ബാക്ക്ഗ്രൗണ്ടും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവന് ഭ്രാന്താ, മുഴുത്ത ഭ്രാന്ത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആ ചേഞ്ച് ആവുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതിന് ഈ നിൽക്കുന്ന എനിക്ക് വരെ പേടിയാ. അതുപോലെ എനിക്കൊരു മടിയുമില്ല. എന്നിട്ട് അവൻ നോർമൽ ആയിരുന്നോ അതോ അവന്റെ ക്യാരക്ടർ മാറി ആ തമിഴ് പറയുന്ന ക്യാരക്ടർ കയറി വന്നോ? നീ എന്തറിഞ്ഞിട്ടെ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല നീ പറയുന്നേ? നിന്നോട് ഒന്നും പറഞ്ഞാലും തലയിൽ കയറത്തില്ല നേറു.
അപ്പൊ നീ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? സ്നേഹിക്കുന്നവന് വേണ്ടി ഒന്നും ചെയ്യാണ്ട് വെറും പഴമായിട്ട് വീട്ടിൽ കയറിയിരിക്കുന്ന മുണ്ണയൊന്നും അല്ല ഞാൻ. അങ്ങനെ ഉള്ളവന്മാരെ നീ കുറെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. നീ എന്തിനാ ഇപ്പൊ അറിവിനോട് ഇത് പറഞ്ഞേ? ഇനി എന്തൊക്കെയാ സംഭവിക്കുക, എന്തൊക്കെയാ നടക്കാൻ പോകും ഒന്നും അറിയത്തില്ല. ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് വിചാരിച്ച പ്രശ്നം. എനിക്ക് മുമ്പ് അവ അവിടെ എത്തിയ എന്തോന്നാ നെറു നീ കാണിച്ചേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു രുദ്ര? നീ എന്നെ പറ. ഒരു സൈഡിൽ എൻ്റെ അനിയൻ നിന്ന് എന്നെ ഫോഴ്സ് ചെയ്യുക, എന്താ പറ്റിയ പറ 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 എന്ന് പറഞ്ഞ്. വേറൊരു സൈഡിൽ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് ഈവൻ ഹി കിസ്ഡ് മീ. എന്നിട്ട് അവൻ സുഖമായിട്ട് പുറം ലോകത്ത് ഞെളിഞ്ഞ് നടക്കുക, ഒന്നും ചെയ്യാത്തവനെ പോലെ. അപ്പം ഞാൻ എന്താ ചെയ്യണ രുദ്ര? നീ ഒന്നും ചെയ്യില്ല എന്നല്ല, നീ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും ദിവസമായിട്ട് ഒന്നും ചെയ്യാതായപ്പോൾ എന്തോ ഇനി നിന്നെക്കൊണ്ട് പറ്റാത്താണോ, അല്ലെങ്കിൽ നീ വേണ്ടാന്ന് വെച്ചിട്ടാണോ എനിക്കറിയത്തില്ല. ഒന്ന് ആ അറിവ് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച ദിവസങ്ങളുണ്ട്, നിനക്കറിയാം. അവൻ വന്നപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ നോർമലായിട്ട് ഉള്ള അറിവിനോട് പറഞ്ഞ അവൻ സ്വാഭാവികമായിട്ടും മറ്റേ അറിവായിട്ട് മാറുമെന്ന് എനിക്കറിയായിരുന്നു. അവൻ വരാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. രുദ്ര, നിന്നെ കൊണ്ട് ഒരിക്കലും അവനെ കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ, പറ്റൂല. പക്ഷെ എനിക്കതാ വേണ്ട രുദ്ര. പക്ഷെ എൻ്റെ അനിയൻ അത് ചെയ്യും. എനിക്കവൻ ചാവണ രുദ്ര. അവൻ എൻ്റെ ശരീരത്തോട്ട ഓരോ തൊടലും അവൻ്റെ മരണത്തോടെ ആ ഓർമ്മകളും എന്നിൽ നിന്ന് ഇല്ലാതാവണം. അതിന് എൻ്റെ അനിയനെ കൊണ്ട് മാത്രമേ പറ്റൂ രുദ്ര. ഒരിക്കലും നിന്നെ കൊണ്ട് അതിന് പറ്റൂല. ഒരുപക്ഷെ വീണ്ടും തല്ലാൻ നിനക്ക് പറ്റുമായിരിക്കും, വേറെ എന്തിനു പറ്റൂ രുദ്ര? പറ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ ഇത്ര ദിവസം വീട്ടിൽ അടങ്ങാതെ ഞാൻ ഈ കിടന്ന് ഓടിയത്. നിന്നെയും കൊണ്ട് ഞാൻ പോയതൊക്കെ എന്റെ ബിസിനസിന്റെ ആവശ്യത്തിനെന്നാണ് നിന്റെ വിചാരം? കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അവനെ കാണുന്നില്ല. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് മുഴുവൻ അവന്റെ ഫോട്ടോ ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കോളേജ് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വേദേനയും അഭിനയൊക്കെ പോലെ അവരാ കോളേജ് കോമ്പൗണ്ട് വീട് അങ്ങനെ നടക്കുന്നവരാ. എനിക്ക് പുറത്ത് വേറെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ അവൻ എവിടെയാന്ന് എങ്ങനെയെങ്കിലും ട്രാക്ക് ചെയ്ത് എടുക്കാനുള്ള കഷ്ടപ്പാടിലായിരുന്നു. ഇന്ന് രാവിലെ പോയത് അതിന്റെ ആവശ്യത്തിന് തന്നെയാ. ഏറ്റവും ലാസ്റ്റ് അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ഇന്ന് വൈകുന്നേരം അവനിട്ട് പണിയാൻ വേണ്ടി ഇരുന്നപ്പോഴാ നീ ഉടനെ അത് അറിവിനോട് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ട് എന്താ കാര്യം? നിന്നെ ചെയ്തവനെ എനിക്ക് തന്നെ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാനെന്താ അവനെ പിടിച്ചു വെച്ച് സ്നേഹിക്കാനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് നടന്നതെന്നോ? ഞാനും കൊല്ലാൻ തന്നെയാ നെറു നടന്നത്. അല്ലാതെ ഇനി ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അവനെ എന്തായാലും എന്തെങ്കിലും ചെയ്യും. പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ടതിനൊക്കെ എന്താ നെറു അർത്ഥം? ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ കിടന്ന് ഓടിയത്. ശരിയാ, നിന്റെ അറിവ് എന്നെക്കാളും വലിയ പിടിപാടൊക്കെ ഉള്ളവനാ. അത് അവനെ കുറിച്ച് ഒന്നും അറിയാതെ തന്നെ എനിക്ക് മനസ്സിലായതാ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഒരു സാധാരണ മനുഷ്യനാ. ഈ പണവും പത്രാസൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് പതുക്കെ അവ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ആ പ്രശ്നത്തിന് ശേഷം അവനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവൻ കോളേജിൽ ചെന്നിട്ടില്ല. ഞാനും അനു അതിന്റെ പിറകെയായിരുന്നു ഇത്രയും ദിവസം. അതിൻ്റെ ഇടയിൽ കൂടി അനുവിന് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അന്വേഷിക്കാനായിട്ട്. പിന്നെ അവൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. അന്നേരം എന്റെ വേറെ ഫ്രണ്ട്സിനെയൊക്കെ സംഘടിപ്പിച്ച് ഞാൻ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് അവനെ സ്കെച്ച് ചെയ്ത് വച്ചേക്കായിരുന്നു. ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യണ്ടല്ലോ അല്ലേ? എല്ലാം നിന്റെ അനിയൻ ചെയ്തോളും. രുദ്ര, അങ്ങനെ അല്ല. നിന്നെ കൊണ്ടൊന്നും പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇതൊക്കെ അറിവിനോട് പറഞ്ഞത്. വേണമെന്ന് വെച്ച് പറഞ്ഞതുമല്ല, അവൻ ഒരുപാട് ഫോഴ്സ് ചെയ്തപ്പോഴാ. പിന്നെ നീ ഇത്രയും ദിവസമായിട്ട് ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ചിലപ്പോൾ അന്ന് തല്ലിയതോടെ നീ വിട്ടു എന്ന് വിചാരിച്ചു. എനിക്ക് പറ്റത്തില്ലായിരുന്നു രുദ്ര. അവനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ഓർക്ക ഞാൻ ഒരുപാട് ഡൗൺ ആയിക്കൊണ്ടേയിരുന്നു.
ഇത് കണ്ടിട്ട് അറിവ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു പോയതാ. അല്ലാതെ വേണമെന്ന് വെച്ച് പറഞ്ഞല്ല രുദ്ര. സത്യമായിട്ടും നീ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ ചെയ്യാത്തതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിൽ ഓക്കെ ആയിരുന്നു. എനിക്ക് മനസ്സിലാവും എല്ലാവരും അറിവിനെ പോലെ ആവില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ അല്ല രുദ്ര. നീ എനിക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്താലും എനിക്കറിയത്തില്ലല്ലോ. നീ ഇപ്പോൾ പറഞ്ഞപ്പോഴല്ലേ ഞാനിതൊക്കെ അറിഞ്ഞ്. സത്യമായിട്ട് നിന്നെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അവനോട് പറഞ്ഞത്. അത് ആക്സിഡൻ്റലി പറഞ്ഞു പോയതാ. നീ ഇങ്ങനെ കരയാതെ. ഞാനും എൻ്റെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാ. വിട്ടേക്ക്. ഏതായാലും ഞാൻ അവിടെ എത്തുന്ന സമയത്തിന് അവിടെ അറിവ് എത്തുമില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് വൈകുന്നേരം അവൻ സിറ്റിയുടെ അവൻ്റെ പപ്പയുടെ ഏതോ മുടങ്ങി കിടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ എന്തോ ഒരു മീറ്റപ്പോ അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ്റെ കുറച്ച് ഏതോ തറ ഫ്രണ്ട്സുമായിട്ടാണ്. അപ്പോൾ ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്, അവനെ കാണാനായിട്ടും കൊടുക്കേണ്ടത് കൊടുക്കാനായിട്ടും. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അറിവ് അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ ഏതാ ഉണ്ടാവാൻ പോകുന്നതെന്ന്. പക്ഷേ ഉറപ്പായിട്ടും അവനും എന്നെ പോലെ തന്നെ അവൻ്റെ ചേട്ടനോട് ഇങ്ങനെ പെരുമാറി അവളെ ശിക്ഷിക്കാനായിട്ട് അർഹതയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ നിൽക്കും എന്തിനാണെങ്കിലും. പിന്നെ ഒരിക്കൽ പോലും നീ പറയരുത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, സ്നേഹിക്കുന്നതിനൊക്കെ വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന്. സത്യമായിട്ടും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിറു. എനിക്കറിയത്തില്ല, നിന്നെപ്പോലെ ഞാൻ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഇല്ല, എൻ്റെ ലൈഫിൽ നിന്റെ അത്ര ഇങ്ങനൊരു സിറ്റുവേഷനിൽ സ്വാധീനം ചൊലിപ്പിച്ചിട്ടുള്ള മറ്റാരും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. തമാശയ്ക്ക് നിന്നെ പിടിച്ചു വെച്ച് അതും ഇതും ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിന്നോടുള്ള എൻ്റെ അടങ്ങാത്ത പ്രേമം കൊണ്ട് ഞാൻ കാണിച്ചതാ. സത്യമായിട്ടും നിനക്കിത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്രിഞ്ചായിട്ടൊക്കെ തോന്നാം. പക്ഷെ സത്യമായിട്ട് എന്നെ പറയണമല്ലോ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തിടത്തോളം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ തൊട്ടേ എനിക്കറിയത്തില്ല, ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പിന്നെ വീണ്ടും നിന്നെ ഇവിടെ കണ്ടപ്പോൾ നീ ഇവിടെ ജോലിക്ക് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോഴൊക്കെ നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ടെൻഷൻ കാരണം ഒരു ബോഡി ഗാർഡിന് ആവശ്യമില്ലാഞ്ഞിട്ട് പോലും ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിനക്ക് വേണ്ടി കൊല്ലാനല്ല, എന്ത് വേണോ ഞാൻ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്കറിയത്തില്ല ഇനി ഇതിൻ്റെ പേരിൽ ഈ ഒരു കാര്യത്തിൽ അറിവ് എന്ത് തീരുമാനം എടുത്താലും അവൻ്റെ കൂടെ ഞാനും കാണും. അത് കൊല്ലാനാണെങ്കിൽ കൊല്ലാനായാലും. ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം നീ പറയരുത്. നീ അങ്ങനെ പറയില്ല, എനിക്കറിയാം. എനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം ഇഷ്ടം നിനക്ക് എന്നോടും ഉണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ പറയാനായിട്ടാ ഫാം ഹൗസിൽ പോകാനായിട്ട് ശാശം ഉണ്ടായിട്ടും വൈകിട്ട് നമുക്ക് തന്നെ പോവാന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു, നിന്നൊന്ന് ഓക്കെ ആക്കണമായിരുന്നു. നീ ഇത്രയും ദിവസമായിട്ട് അതിൽ നിന്ന് റിക്കവർ ആവാത്ത കാണുമ്പോൾ നിന്നേക്കാൾ കൂടുതൽ വിഷമിക്കുന്ന ഞാനാ. അത് നീ ആദ്യം മനസ്സിലാക്ക. പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഇതൊക്കെ അറിയാന്നുള്ള എൻ്റെ കൂടെ തന്നെയാണല്ലോ നീ ലൈഫ് ലോങ് ഉള്ളതെന്ന്, വേറെ ആരുടെ കൂടെ അല്ലല്ലോ എന്ന്. എന്നിട്ട് നീ ഓക്കെ ആവുന്നില്ല എന്ന് കണ്ടപ്പോഴാ ഇന്ന് വൈകുന്നേരം നമുക്ക് അവിടെ പോയിട്ട് രണ്ടുപേരും ഒന്ന് സംസാരിച്ചാൽ മേ ബി ചിലപ്പോൾ നീ ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവൻ എന്ത് ചെയ്താലും അത് നിന്നോട് ഞാൻ അന്നേരം പറയാമെന്നാണ് വിചാരിച്ച. പക്ഷെ ഇതിലിപ്പോൾ അറിവും കൂടി വന്ന സ്ഥിതിക്ക് ഇനി എനിക്ക് അറിയത്തില്ല എന്തൊക്കെ ആയി തീരുമെന്ന്. പക്ഷെ എന്തായിരുന്നാലും അവൻ മരിക്കുന്ന കാര്യം ഞാൻ തന്നെ നിന്നോടൊന്ന് പറയും, അതുറപ്പ്. ഞാൻ വൈകിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് ഫാം ഹൗസിൽ പോയി എന്താ ഏതാന്ന് വെച്ചാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കാം. ഇപ്പൊ നീ കരയരുത്, ഓക്കെ അല്ലേ? കരയാതെ നല്ല കുട്ടിയായിട്ടിരിക്കും. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. അവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും എനിക്ക് അങ്ങോട്ട് പോയേ പറ്റും. ഓക്കെ ആയിട്ടിരിക്കും.
ലവ് യു നീറു. നീ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. അതിലുപരി ഇത്രയും നല്ലൊരു അനിയനില്ലേ കൂടെ. നിന്നെ ഇപ്പൊ ഈ നിമിഷം ഒരുപാട് സ്നേഹിക്കണമെന്നുണ്ട്. എന്തൊക്കെയോ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇപ്പോ അതിനൊന്നും വേണ്ടിയിട്ടുള്ള സമയമല്ല. അതുകൊണ്ടാ ഞാൻ മാറി മാറി നിൽക്കുന്നു. നമുക്ക് മാത്രം, ആരുടെയും ശല്യമില്ലാണ്ട് കുറച്ച് സമയം, അതെന്തായാലും ഞാൻ പോയിട്ട് വന്നതിന് ശേഷം നമ്മളായിട്ട് തന്നെ പോയിരിക്കും. അതുവരെ കരയാണ്ട് നല്ല കുട്ടിയായിട്ട് സേഫായിട്ടിരിക്കും.